നമസ്കാരം. ബഹിരാകാശ ലോകത്ത് വിസ്മയമായിരുന്ന ഒരു ഇതിഹാസത്തിന് എന്ന ലോകം യാത്രാമൊഴി നേരുകയാണ്. വിണ്ണിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിലെ പടയോട്ടങ്ങൾ അവസാനിപ്പിച്ച് പടിയിറങ്ങുകയാണ്. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് ഈ ഒരു വിരമിക്കൽ. ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ മാത്രം ഓർക്കുന്ന ആ ഒരു ഐതിഹാസിക കരിയറിന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സെക്കൻഡ് റൗണ്ട് ഓഫ് വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സുനിത വില്യംസ് വിരമിച്ചു. പ്രഖ്യാപനം. ഇന്ത്യ സന്ദർശനത്തിനിടെ നന്ദി പറഞ്ഞ നാസ മേധാവി. സായ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ മരണം. പരിശീലകർക്കെതിരെ ബന്ധുക്കളുടെ മൊഴി. ഗ്രീൻലാൻഡ് ദൗത്യം നാറ്റോയെ തകർക്കില്ല. സുരക്ഷയ്ക്കിത് അനിവാര്യം. എതിർപ്പുകളെ തള്ളി ഡൊണാൾഡ് ട്രംപ്. കറാച്ചി മാൾ തീപിടുത്തം. തകർന്നടിഞ്ഞ കെട്ടിടത്തിൽ തെരച്ചിൽ തുടരുന്നു. മരണസംഖ്യ ഉയരുന്നു. ജപ്പാൻ മുൻ പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊന്ന കേസ്. പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വിരമിച്ചു. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് വിരമിക്കൽ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 3 ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് സുനിത വില്യംസ് നാസയിൽ നിന്ന് പടിയിറങ്ങുന്നത്. ബഹിരാകാശ യാത്രകളിൽ പുതിയ ചരിത്രം രചിച്ച സുനിത വില്യംസ് തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും പടിയിറങ്ങുകയാണ്. ഇന്ത്യ സന്ദർശനത്തിനിടെ പുറത്തുവന്ന ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയ സഞ്ചാരിയുടെ വിശേഷങ്ങൾക്കായി ഇന്റർനെറ്റിൽ തിരയുന്നത്. ഈ വേളയിൽ സുനിതയ്ക്ക് ഹൃദയസ്പർശിയായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരാഡ് ഐസക്മാൻ രംഗത്തെത്തി. മനുഷ്യരാശിയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയ വ്യക്തിയാണ് സുനിതയെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു. കൊല്ലം സായ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. പരിശീലകർക്കെതിരെ രക്ഷിതാക്കൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതായാണ് സൂചന. കോച്ചുമാരുമായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ബന്ധുക്കൾ മൊഴി നൽകിയതായും പരിശീലന സമയത്ത് കുട്ടികൾ നേരിട്ട മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. കൊല്ലം സായി ഹോസ്റ്റലിലെ കായിക താരങ്ങളുടെ മരണത്തിൽ പരിശീലകർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പരിശീലകരിൽ നിന്ന് കുട്ടികൾ കടുത്ത മാനസിക പീഡനം നേരിടുന്നതായി കുടുംബം വെളിപ്പെടുത്തി. കോച്ചുമാരുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പുറത്താക്കുമെന്ന ഭീഷണി കുട്ടികളെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കുട്ടികളുടെ ആത്മഹത്യാക്കുറിപ്പിലെ സൂചനകൾ കൂടി മുൻനിർത്തി പരിശീലന സമയത്തെ മാനസിക പീഡനങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വരും ദിവസങ്ങളിൽ സായി അധികൃതരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. നാറ്റോയുടെ ഭാവിക്ക് ഭീഷണി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ട്രംപ് എല്ലാവർക്കും വളരെ ഗുണകരമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്നും നാറ്റോ സഖ്യകക്ഷികളുടെ എതിർപ്പിനിടയിലും ഗ്രീൻലാൻഡ്സിനെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തന്റെ നീക്കം സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന സൂചനകളെ ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളയുകയും ചെയ്തു. ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നത് ലോക സുരക്ഷയ്ക്കും അമേരിക്കയുടെ താൽപര്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നീക്കം നാറ്റോ സഖ്യത്തെ തകർക്കില്ലെന്നും മറിച്ച് എല്ലാവർക്കും ഗുണകരമാകുമെന്നുമാണ് ട്രംപിന്റെ വാദം. എന്നാൽ തന്റെ പദ്ധതിയെ എതിർക്കുന്ന രാജ്യങ്ങൾക്കുമേൽ കടുത്ത നികുതികൾ ചുമത്തുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കി. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ട്രംപിന്റെ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞു. ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാൻ ട്രംപ് എത്തുന്നതോടെ ഈ തർക്കം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുന്നു. ശനിയാഴ്ച രാത്രി ഗുൽ പ്ലാസ ഷോപ്പിംഗ് മാളിൽ ഉണ്ടായ ദുരന്തത്തിൽ ഇതുവരെ 28 അധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. കെട്ടിടത്തിനുള്ളിൽ നിരവധി പേരെ ഇനിയും കണ്ടെത്താനുള്ളതിനാൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നാണ് അധികൃതർ ഭയപ്പെടുന്നത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 28ആയി ഉയർന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശനിയാഴ്ച പുലർച്ചെ നഗരത്തിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ ഉണ്ടായ അഗ്നിബാധയിൽ കെട്ടിടം പൂർണ്ണമായും കത്തി അമരുകയായിരുന്നു. 1200ഓളം കടകൾ പ്രവർത്തിച്ചിരുന്ന ഈ കൂറ്റൻ സമുച്ചയത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. നിരവധി ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും കെട്ടിടത്തിനുള്ളിൽ പുക കെട്ടിക്കിടക്കുന്നത് രക്ഷാദൌത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഹോസ്പിറ്റൽ വൃത്തങ്ങൾ ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങളിലെ വീഴ്ചയാണോ ഇത്ര വലിയ ദുരന്തത്തിന് കാരണമായതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്.
ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ടെറ്റ്സുയ യമഗാമിക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. പടിഞ്ഞാറൻ ജപ്പാനിലെ നാര ജില്ലാ കോടതിയാണ് ഇന്ന് നിർണായകമായ വിധി പുറപ്പെടുവിച്ചത്. ജപ്പാൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ആ കറുത്ത ദിനത്തിന് ഇന്ന് നീതി നടപ്പിലാക്കുകയാണ്. 2022 ജൂലൈ 8-നായിരുന്നു ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ അബെ നടുറോട്ടിൽ കൊല്ലപ്പെട്ടത്. പ്രതിയായ 45-കാരൻ യമഗാമി കുറ്റം സമ്മതിച്ചിരുന്നു. മതസംഘടനയായ യൂണിഫിക്കേഷൻ ചർച്ചിനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് ഇയാൾ കോടതിയിൽ പറഞ്ഞു. ജപ്പാനിലെ കർശനമായ ആയുധ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി നിർമ്മിച്ച തോക്കുമായാണ് ഇയാൾ അന്നെത്തിയത്. ഒരു രാജ്യത്തിന്റെ പ്രിയപ്പെട്ട നേതാവിനെ പകൽ വെളിച്ചത്തിൽ ഇല്ലാതാക്കിയ ഈ കൊലപാതകം ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒന്നാണെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിഭാഗം ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് തള്ളുകയായിരുന്നു. പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. ഒരറ്റത്ത് നേട്ടങ്ങളുടെ അഭിമാനം നിലനിൽക്കുമ്പോഴും മറ്റൊരു സ്ഥലത്ത് സുരക്ഷയും നീതിയെയും കുറിച്ചുള്ള ആശങ്കകൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ മണ്ണിലെ ശിക്ഷാവിധികളും ദുരന്ത വാർത്തകളുമാണ് ഈ മണിക്കൂറിൽ നാം കണ്ടത്. ഇനി വരും മണിക്കൂറിൽ പുതിയ വാർത്തകളുമായി പ്രൈം ടൈം അപ്ഡേറ്റ്സിൽ കാണാം.